ആൾക്കാരോട് ഇനി എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് പഠിക്കണം എന്നൊരു ബോധവുമില്ല. നാട്ടിലാകെ മഞ്ഞപ്പിത്താണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങൾ നോക്കി ഇപ്പോൾ എത്ര പേരാണ് മഞ്ഞപ്പിത്തായിട്ട് അഡ്മിറ്റായി കിടക്കുന്നത്. ഇന്നും ഇപ്പോൾ ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 6ഓളം മരണം വഴിക്കടവ് ഭാഗം അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണ വസ്തുക്കളിലൂടെയും വെള്ളത്തിലൂടെയാണ് പകരുന്നത്. അപ്പോൾ എനിക്ക് പറയാം, പ്രത്യേകിച്ച് നോമ്പ് കാലമൊക്കെ ആണ്. എല്ലാവരും ഒരുപാട് സ്ട്രീറ്റിലൊക്കെ ഒരുപാട് എന്താ പറയുക പല വെള്ളം ഇങ്ങനത്തെ ഒക്കെ വെക്കുന്നൊരു സമയമാണ്. ഇനി വീട്ടിൽ തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക. നമ്മളെ കിണറും സുരക്ഷിതമെന്ന് ഒരു ഉറപ്പില്ല. ചൂടാറിയ വെള്ളം ഉപയോഗിക്കുക, ചൂടാറിയിട്ട് തണുപ്പിക്കുക, എന്തെങ്കിലും ചെയ്യാം. എന്നാലും ചൂടാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഇനി കുൽക്കി സർബത്തോ എന്തോ ഉണ്ടാക്കുന്ന പോലാണെങ്കിൽ അവർ നേരിട്ട് കിണറിനെടുത്ത വെള്ളം ഉപയോഗിക്കാതെ ശുദ്ധീകരിച്ചതിന് ശേഷം ഉപയോഗിക്കുക. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക്, കാരണം ഇന്ന് ആൾക്കാരെ പ്രതിരോധ ശക്തി കുറഞ്ഞുകൊണ്ടാണെന്നറിയില്ല ഇത്ര അപകടമല്ലാത്ത വൈറൽ ഹെപ്പാറ്റൈറ്റിസെ കൊണ്ടുപോയി മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ജാഗ്രത പുലർത്തുക, സൂക്ഷിക്കുക, ആക്ഷൻ എടുക്കുക. ഓക്കെ.